നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച 17-ാം വാർഡ് ലക്ഷം വീട് നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. MS സുരേന്ദ്രന്റെ 14-ാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി MS സുരേന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ MS സ്മൃതി വിവിധ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. ശ്രീദേവി വിജയകുമാർ എഴുതിയ അമ്മയും മകനും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. എഴുത്തുകാരിയുടെ അമ്മ MG സരോജിനി പ്രകാശനം നിർവഹിച്ചു. ഗാനരചയിതാവ് കലേഷ് പനമ്പയിൽ പുസ്തകം ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച 17-ാം വാർഡ് ലക്ഷം വീട് നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറിയ റോഡാണെങ്കിൽ പോലും അത് ഇവിടുത്തെ ആളുകൾക്ക് അത് വലിയ സ്വർഗതുല്യമായ ഒരു അവസ്ഥയായിരിക്കും ഇത് ശരിയാക്കി കിട്ടിയതെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ചിലയിടങ്ങളിൽ വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവൃത്തി ചെറുതാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്യാൻ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ അതിന് തുക കണ്ടെത്തി അത് വെച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഭരണസമിതിയുടെ ഈ കാലയളവിൽ ഞങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് വേണം പുതിയ റോഡുകൾ പണിയുന്നതിനുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി. അതിനു വേണ്ടിയുള്ളൊരു വളരെ വലിയ ഒരു അപര്യാപ്തത ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വാർഡുകളിലും ഞങ്ങൾക്ക് ഒരേ സമയത്ത് പുതിയ റോഡുകൾ പണിയാനുള്ള ഫണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. മാറിയാണ് ഓരോ വർഷവും ഓരോരുത്തരെടുത്ത് അങ്ങനെ ഞങ്ങൾ വളരെയധികം സഹകരിച്ചുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അങ്ങനെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വർഷങ്ങളിലായിട്ട് ഓരോരുത്തർക്കും പുതിയ റോഡുകളായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1,23,073 രൂപ ചെലവിലാണ് ലക്ഷം വീട് നഗർ റോഡ് പുതിയതായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ സുനിത ജിനു അധ്യക്ഷത വഹിച്ചു. ചെറിയൊരു റോഡ് ഈ ഫണ്ട് ഇതിന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പരിശ്രമിച്ചു. പ്രസിഡൻ്റ് അടുത്ത് പല പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വകയിരുത്തിക്കൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമിതിക്ക് ഈ വേളയിൽ നന്ദി കൂടി അർപ്പിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് നാടിന് സമർപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഈ വേളയിലുണ്ട്. വാർഡംഗം നസീജ മുത്തലീഫ്, കുടുംബശ്രീ ADS പ്രസിഡന്റ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രദേശത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം കെട്ടിക്കിടന്ന ചെളി നിറഞ്ഞു കിടന്നിരുന്ന റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. MS സുരേന്ദ്രന്റെ 14-ാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി MS സുരേന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ MS സ്മൃതി വിവിധ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. MS സുരേന്ദ്രൻ സ്മാരക പ്രഭാഷണവും MS സ്മൃതി ഉദ്ഘാടനവും പീച്ചി വനഗവേഷണ കേന്ദ്രം ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ TV സജിത്ത് നിർവഹിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അടുത്ത ചോദ്യം, ഈ കാലുണ്ടാവുന്ന അല്ലെങ്കിൽ എന്തിനാ ഈ പൂവൊക്കെ ഉണ്ടായിട്ട്? നമ്മൾ സ്കൂളിൽ പഠിച്ചതനുസരിച്ചിട്ട് പൂവ് പ്രത്യുൽപാദന അവയവമാണ്. പരാഗണം നടക്കും, അതിനുശേഷം അത് വിത്താവും, കായാവും. ആ കായ ഉപയോഗിച്ചിട്ടാണ് അടുത്ത തലമുറ ഉണ്ടാവുന്നതാണല്ലോ നമ്മൾ പഠിച്ചത് അല്ലേ? പക്ഷെ ഇവിടെ നോക്കുന്നതാവേ പൂക്കളുണ്ടാവുന്നുണ്ട്, പക്ഷെ ഒറ്റ കായ പോലും ഉണ്ടാവുന്നില്ല. സാധാരണ പ്രകൃതി അങ്ങനെ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യാറുണ്ട്. പ്രകൃതി ചെയ്ത എല്ലാത്തിനും കൃത്യമായിട്ടൊരു കാരണം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കുന്നതാവേ പൂക്കൾ എങ്ങനെ ഉണ്ടാവുകയാണ്.
അതെല്ലാം വെറുതെ ആയി പോവാണ്. ഒരു കാര്യം പോലെ ഉണ്ടാവില്ല. എന്താവും കാരണം? CPM തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി PB ഷാജൻ MS സ്മൃതി പ്രഭാഷണം നടത്തി. MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ പുരസ്കാര വിതരണവും മനോഹർലാൽ രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനവും കവി C രാവുണ്ണി നിർവഹിച്ചു. കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾക്ക് MS-ന്റെ പത്നി മീനാക്ഷി സ്നേഹാദരം സമ്മാനിച്ചു. കലാമണ്ഡലം അമൃത കാവ്യാർച്ചന നടത്തി. KR ദർശന പുസ്തക പരിചയം നിർവഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും ചലച്ചിത്രഗാന രചയിതാവും കവിയുമായ ജയകുമാർ ചെങ്ങമനാട്, TM മോഹനൻ, MS സുരേന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറി അജയ് ഘോഷ്, പ്രസാദ് കരുണൻ എന്നിവർ സംസാരിച്ചു. പുല്ലൂർ ചമയം കലാവേദിയുടെ ബഡൻ എന്ന ഏകപാത്ര നാടകം കേരള സംഗീത നാടക അക്കാദമി അംഗം സജു ചന്ദ്രൻ അവതരിപ്പിച്ചു. ശ്രീദേവി വിജയകുമാർ എഴുതിയ അമ്മയും മകനും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. എഴുത്തുകാരിയുടെ അമ്മ MG സരോജിനി പ്രകാശനം നിർവഹിച്ചു. ഗാനരചയിതാവ് കലേഷ് പനമ്പയിൽ പുസ്തകം ഏറ്റുവാങ്ങി. എല്ലാവരും അവരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മളിൽ എന്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരും അവരെ കുറിച്ച് നോക്കും. ഇതുപോലെ ഒരുപാട് എല്ലാവരും നല്ല കഴിവുകളുണ്ട്. എല്ലാവരും പുറത്തെടുക്കാമെന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും ടീച്ചർ ജോലി എന്ന് പറയുന്നത് അധ്യാപിക. അത് വളരെ ഗൗരവത്തോടുകൂടി കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിനെത്രമാത്രം കഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയാം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. അതിൻ്റെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള കവിതകളും കഥകളും നന്നായിട്ട് കവിതകളും ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കഴിവുകൾ. സീനിയർ ലൈബ്രറിയൻ മിനി രാജേഷ് പുസ്തക പരിചയം നടത്തി. പെരിഞ്ചേരി സ്കൂൾ പ്രധാന അധ്യാപകൻ MK പ്രസാദ്, മുൻ ചിത്രകലാ അധ്യാപകൻ CR പ്രകാശ്, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, സംവിധായകൻ സജീവ് താണ്ടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചില സന്ദർഭങ്ങളിലൊക്കെ കവിതകൾ അവതരിപ്പിക്കാറുണ്ട്. ഇവിടെയായാലും പാട്ടുകൾ പാടാറുണ്ട്. ആ ഒരു അനുഭവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഇത്ര വലിയ ഒരു കഥാചിത്രം, അതിന് നിറയെ കഥകളുള്ള ഒരു കാര്യം ഞങ്ങൾ സഹപ്രവർത്തകർക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ഞാനങ്ങനെ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ ചെയ്യും. പക്ഷെ വാസ്തവത്തിൽ ഇവര് ശ്രീദേവി ടീച്ചർക്കൊക്കെ ആ ഒരു കലാപരമായ കഴിവുകളൊക്കെ പൂർണ്ണമായിട്ടും ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ടീച്ചർ കാത്തു നിൽക്കുമെങ്കിലും ഞാൻ ചിലപ്പോൾ അതൊക്കെ ഇപ്പോൾ വേണ്ട എന്ന് വല്ലപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100 മീറ്റർ ബട്ടർഫ്ലൈ, 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റർ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡലും, 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണ്ണ മെഡലും, 400 മീറ്റർ മെഡ്ലെ റിലേയിൽ സിൽവർ മെഡലും നേടി വ്യക്തിഗത ചാമ്പ്യനായ VN നിവേദ്യ, നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ്, സീനിയർ പെൺകുട്ടികളുടെ വൂഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ്, മറ്റ് വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 20ഓളം കായിക താരങ്ങളെയും അനുമോദിച്ചത്. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, ബിജു മോഹൻ ബാബു, TN സിജിൽ, KS ബിന്ദു, മുഹമ്മദ് സുഹൈൽ, S പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ EK ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ പൈനൂർ ഐശ്വര്യ അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപയും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും വകയിരുത്തിയാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത്. ET ടൈസൺ MLA ഐശ്വര്യ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നൌമി പ്രസാദ്, മതിലകം CDPO KK ലളിത, ICDS സൂപ്പർവൈസർ ദിവ്യ, വാർഡ് മെമ്പർ PH ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ IHDP നഗറിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 75 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ET ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വാർഡ് മെമ്പർ VB ഷെഫീഖ്, CDS ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ, SC ഡെവലപ്മെന്റ് ഓഫീസർ MS ജിഷ്ണു, SC മോണിറ്ററി കമ്മിറ്റി അംഗങ്ങളായ ശ്യാമ ദേവരാജൻ, PB ബിനോയ്, KC വേണു, PV തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച 17-ാം വാർഡ് ലക്ഷം വീട് നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. MS സുരേന്ദ്രന്റെ 14-ാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി MS സുരേന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ MS സ്മൃതി വിവിധ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. ശ്രീദേവി വിജയകുമാർ എഴുതിയ അമ്മയും മകനും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. എഴുത്തുകാരിയുടെ അമ്മ MG സരോജിനി പ്രകാശനം നിർവഹിച്ചു. ഗാനരചയിതാവ് കലേഷ് പനമ്പയിൽ പുസ്തകം ഏറ്റുവാങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.